നിങ്ങളുടെ പല്ലുകൾ ജീവിതത്തിൽ കംപ്ലൈന്റ് വരാതിരിക്കാൻ നിങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ അലിയരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക് മേലാറ്റൂർ. ഇത് ഞാൻ രണ്ട് കാറ്റഗറി ആയിട്ട് തരംതിരിക്കുകയാണ്. ഒന്ന്, റിമോട്ട് പ്ലേസിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഹില്ലി ഏരിയ, ഫോറസ്റ്റ് ഏരിയകളിൽ ജീവിക്കുന്ന ഒരാളുകൾക്ക് ഒരു മെത്തേഡ്. രണ്ടാമത്, ടൗൺഷിപ്പിൽ ഉപയോഗിക്കുന്ന സിറ്റികളിൽ ജീവിക്കുന്ന ആളുകൾക്ക്. അപ്പൊ ആദ്യം ഞാൻ പറയുന്നത് റിമോട്ട് ഏരിയകളിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആ ഏരിയകളിൽ ജീവിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിലൂടെ എനിക്ക് വശമായ 100, 75, 80 വയസ്സുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് മനസ്സിലായ ചില കാര്യങ്ങളാണ്, ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ്, അല്ലാതെ ബുക്കിനകത്ത് നിന്ന് റീഡ് ചെയ്ത കാര്യങ്ങളല്ല. ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു. ഐ സേ ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു. കേട്ടോളൂ. ഒന്ന്, നമുക്കറിയാം, ബ്രഷ് ഇല്ലാത്ത കാലഘട്ടത്തിൽ നീം സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഒരു കമ്പിന്റെ ഒരു അറ്റം ചതച്ച് നമ്മൾ എന്ത് രീതിയിരുന്നു ഉപയോഗിച്ചിരുന്നു? നീം സ്റ്റിക്ക്. അപ്പൊ ബ്രഷ് അവൈലബിൾ അല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ബ്രഷ് വാങ്ങാൻ കാശില്ലാത്ത ആളുകൾക്കും ഇത് ഉപയോഗിക്കാം. നമ്പർ 2, ചാർക്കോൾ. നമ്മളൊരു കാരണവശാലും ചാർക്കോൾ ഉപയോഗിച്ച്, ഉമിക്കരി ഉപയോഗിച്ച്, കരി ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കുന്നതിനെ എതിർത്തിരുന്നു. പക്ഷേ ഇന്ന് ഒട്ടധികം ടൂത്ത് പേസ്റ്റുകളിൽ ഇത് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ധൈര്യമായി ഉപയോഗിക്കാം. കരി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഉമിക്കരി ഉപയോഗിക്കാം. ഞാൻ പറയുന്നത് റിമോട്ട് ഏരിയകളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് മാത്രമാണ്. മൈൻഡ് ചെയ്യൂ. മൂന്നാമത്തത്, നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒലീവ് ഓയിൽ, അതേപോലെ കാഡ്മൻ ഓയിൽ. നമ്മൾ ഗ്രാമ്പൂ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഗ്രാമ്പൂ ഇട്ട വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ. നാലാമത് ഉപയോഗിക്കാം ലീവ്സ്. 70, 100, 150 വയസ്സ്, 100, 120 വയസ്സുള്ള ആളുകൾ ഉപയോഗിക്കുന്ന, പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കാഷ്നട്ട് ലീവ്സ്, അതല്ലെങ്കിൽ നമ്മുടെ പേരക്കയുടെ ഇല, ഇതായിരുന്നു അവരുടെ പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിച്ചിരുന്നത്. അവരുടെ പല്ല് വളരെ ലാസ്റ്റിംഗ് ചെയ്തിരുന്നു. അപ്പൊ ബൈ എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് ഹെൽത്തി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് നമ്മൾ ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള ജീവിത ശൈലി പിന്തുടരുന്നവർക്ക് മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവുള്ളൂ. അവർ റോ ഫുഡ്സ് ആയിരുന്നു കഴിച്ചിരുന്നത്, അവർ ഓർഗാനിക് ഫുഡായിരുന്നു കഴിച്ചിരുന്നത്, ആർട്ടിഫിഷ്യൽ ഫുഡ് അല്ല കഴിച്ചിരുന്നത്. ഓരോ തവണ അവർ ഫുഡ് കഴിക്കുമ്പോഴും, റോ ഫുഡ് കഴിക്കുമ്പോഴും അവർ പല്ലുകൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് സ്വമേധയെ ക്ലീൻഡ് ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ റിമോട്ട് ഏരിയ, ഈ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യങ്ങളും മോഡേൺ ആളുകൾക്ക് ബാധകമല്ല എന്നും കൂടി നമ്മൾ ഓർക്കണം. താങ്ക് യു. ആളാണ് ഡോക്ടർ അലിയരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക് മേലാറ്റൂർ. അലിയരിമ്പ്രാസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഷോർട്സ്. താങ്ക് യു ആൾ.